നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ ലൈംഗികത, സെക്സ് അല്ലെ കാമചിന്ത, ഇത് എത്രത്തോളം നമ്മളെ ആത്മീയത്തെ ബാധിക്കും. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ സ്വയംഭോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെയുള്ള ലൈംഗിക കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നത്, ഇതെല്ലാം ആത്മീയ വളർച്ചയെ ബാധിക്കുമോ? കാരണം ചില ആത്മീയ ഗുരുക്കന്മാർ ഈ ലൈംഗികത ശരിക്കും ആത്മീയത്തിന്റെ ഭാഗമാണെന്നും നമ്മൾ അത് ആസ്വദിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് ചിലർ പറയുന്നുണ്ട്, നമ്മുടെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയില്ല എന്നും ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് ചില വസ്തുതകൾ എന്താണ് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ദൈവത്തിന്റെ പോസിറ്റീവ് ഒരു വിഭാഗമുണ്ട്, നെഗറ്റീവ് വിഭാഗമുണ്ട്. ഈ പോസിറ്റീവ് വിഭാഗമാണ് ശരിക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്വർഗം എന്ന് പറയും, മറ്റേ നരകം എന്ന് പറയുന്നത് ശിശുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അവർക്ക് അത്രയ്ക്ക് അറിയാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു തലം, ഒരു മനസ്സിന്റെ ഒരു തലം ഉണ്ട്, നെഗറ്റീവായിട്ട് പോകുന്ന ഒരു തലവും ഉണ്ട്. ഈ നെഗറ്റീവ് തലമാണ് നമ്മൾ ഈ നരകം എന്ന് പറഞ്ഞ് അനുഭവിക്കുന്ന അനുഭവങ്ങളെല്ലാം. അതൊരു നീണ്ട സ്വപ്നമാണ്, നമ്മൾ ഉണരാതെ അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വപ്നമാണ് ശരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള തലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിലൂടെ നമ്മൾ പേടിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ ആരോ ഓട്ടിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പീഡനങ്ങൾ, അപകടങ്ങൾ പറ്റുന്നതും, തീ പിടിക്കുന്നതും, വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടുന്നതുമായിട്ടുള്ള സ്വപ്നം നമ്മൾ കണ്ടാൽ എങ്ങനെയിരിക്കും? അത് അങ്ങ് ഉണരാതെ തുടർച്ച ആ സ്വപ്നത്തിലൂടെ പല രീതിയിൽ കണ്ടുകൊണ്ടേ പോകുന്നതാണ് ഈ മരണാനന്തര നരകം എന്ന് പറയുന്നത്. അല്ലാതെ നരകം എന്ന് പറഞ്ഞൊരു വലിയൊരു വീട്, ബംഗ്ലാവ്, കെട്ടിടം അങ്ങനെയൊന്നും അല്ല. അതേപോലെ പോസിറ്റീവായിട്ടൊരു തലം എന്ന് പറയുന്നത് മരണശേഷം നമ്മളൊരു നീണ്ട സ്വപ്നം കാണുന്നു, നല്ല സുന്ദരമായ ഒരു സ്വപ്നം. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ സ്വപ്നം കാണുന്നത്. ഇപ്പൊ ഞാൻ കാണുന്ന സ്വപ്നം ആയിരിക്കില്ല അതേപോലെ പോസിറ്റീവായി നിൽക്കുന്ന വേറൊരാൾ കാണുന്ന സ്വപ്നം. അതേപോലെ ഈ നെഗറ്റീവ് സ്വപ്നങ്ങൾ, നരകം എന്ന് പറയുന്ന സ്വപ്നവും അതേപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പൊ ഹിന്ദുവായിട്ട് നിൽക്കുന്ന ഒരാൾ മരണശേഷം കാണുന്ന പോസിറ്റീവ് സ്വപ്നങ്ങളെല്ലാം അയാളുടെ കാഴ്ചപ്രകാരം, അയാളുടെ അനുഭവപ്രകാരം, അയാളുടെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകൾ, അതിലൂടെയാണ് അയാളുടെ സ്വപ്നം പോണത്. അതേപോലെ അല്ല ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോഴുള്ള സ്വപ്നം. അയാൾ എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സ്വർഗത്തെക്കുറിച്ച് ഭാവന ചെയ്ത് വെച്ചത്, അതിലൂടെയാണ് അയാൾ ആ സ്വപ്നം കണ്ടുകൊണ്ട് പോകുന്നത്. ഇതേപോലെ ഓരോരുത്തർക്കും മരണശേഷം വരുന്ന സ്വർഗ നരകങ്ങൾ ഓരോ രീതിയിലാണ്. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു മറ്റൊരു ലോകമാണ്. കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. അതൊരു അനുഭവമാണ്. സ്വപ്നം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഉണരുമ്പോഴാണ് അറിയുന്നത് ഇത്രയും കണ്ടത് അത്രയും സ്വപ്നമായിരുന്നു. അതുവരെ നമ്മൾ അതിൽ ജീവിക്കുകയും അതേപോലെ അങ്ങ് പോകുന്നതാണ് ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നതും. അതൊരു ജീവിതമാണ്. നമ്മൾ തിരിച്ചു ഉണർന്ന് ഈ 3 ഡയമെൻഷനിൽ അല്ല, നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഈ ബോധത്തിൽ തിരിച്ചു ഉണരുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതില് ഈ കാമം അല്ലെങ്കിൽ ലൈംഗിക ആ ഒരു ലെവലിലേക്ക് ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഈ ആത്മീയത്തിൽ ലൈംഗികത കുഴപ്പമില്ല, അതൊക്കെ അനുഭവിക്കണം, എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന ആത്മീയ ഗുരുക്കന്മാരും അവരെ ഫോളോ ചെയ്യുന്നവരും ഒരിക്കലും പോസിറ്റീവ് തലത്തിലോട്ട് പോകൂല എന്നാണ് എന്നോട് ദൈവം പറയുന്നത്. ഇത് നെഗറ്റീവ് തലത്തിലോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. അവരുടെ മരണശേഷം അവർ അനുഭവിക്കുന്ന അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മരണശേഷമാണ് ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പലർക്കും അവിടെ കിടന്ന് നിലവിളിക്കും. ഈ സ്വപ്നത്തിൽ സ്വപ്നം കാണുന്നവർക്കറിയാം, സ്വപ്നത്തിൽ നമ്മൾ നിലവിളിക്കും, ഓരോന്ന് അന്വേഷിക്കും, പേടിക്കും, ഓടും, അതൊക്കെ അനുഭവിക്കും. ഇതേപോലെ സ്വപ്നത്തിൽ ദൈവമേ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി നിലവിളിക്കുമ്പോഴാണ് കുറെ നാള് ഈ വഴിതെറ്റിപ്പോയതിന്റെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് പിന്നെ ഒരു ജന്മം നൽകി, ഇനി നേരായ മാർഗത്തിൽ നിനക്ക് പോസിറ്റീവ് പോകണമെങ്കിൽ നേരായ മാർഗത്തിൽ ജീവിക്കുക എന്ന രീതിയിൽ അടുത്തൊരു പുതിയൊരു ആത്മീയ പഠനത്തിനായിട്ട് പിന്നൊരു ജന്മം കിട്ടുന്നത്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അബദ്ധം പറ്റും, തെറ്റും. ഇത് ഈ ദൈവം വെച്ചിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. നമ്മളിങ്ങനെ പരീക്ഷിക്കാൻ വിട്ടതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടാനുകോടി വർഷം കൊണ്ട് ഉള്ള ഈ പ്രപഞ്ചവും ഭൂമിയിൽ അല്പകാലത്തേക്ക് ഒരു പരീക്ഷണാർത്ഥം വരുന്ന നമുക്ക് ഇതൊക്കെ എന്തിനാണ്, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാനുള്ള അധികാരം ഇല്ല. കാരണം നമ്മൾ ഇന്നലെ വന്നു നാളെ പോകുന്ന ഈയാമ്പാറ്റകളാണ്. പക്ഷെ ഇതാണ് പ്രകൃതിയുടെ വ്യവസ്ഥ. അപ്പൊ ഇതിൽ നമ്മൾ ജനിക്കാൻ പ്ലാൻ ചെയ്താൽ ജനിച്ചേ പറ്റൂ, മരിക്കാൻ പ്ലാൻ ചെയ്താൽ മരിച്ചേ പറ്റൂ. അതിനകത്ത് വരുന്ന പരീക്ഷണങ്ങൾ നമ്മൾ പരീക്ഷയായിട്ട് കണ്ട് മുന്നോട്ട് പോയേ പറ്റൂ. തോറ്റുപോയാൽ വീണ്ടും വരേണ്ടി വരും. ജയിച്ചാൽ ഓക്കെ.
ഇതിൽ ഈ പോസിറ്റീവായിട്ട് പോകേണ്ട ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ ഒരു തലത്തിലും ഈ ലൈംഗികത ആസ്വദിച്ച് ഇത് ആത്മീയത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി ആ ലെവലിൽ പോകുന്ന ഒരു ആത്മാക്കളും പോസിറ്റീവിന്റെ ചെറിയ തലം മുതൽ ഉയർന്ന ഒരു തലത്തിലോട്ടും പോകാൻ കഴിയില്ല. കാരണം പോസിറ്റീവിലെ പെട്ടതല്ല ഈ ലൈംഗികത. അപ്പോൾ അടുത്ത ചോദ്യം വരും, എങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഈ ഒരു വികാരം തന്ന് ജനിപ്പിച്ചത്? നമുക്ക് ദൈവത്തിന് വീണ്ടും ആത്മാക്കളെ ഇതേപോലെ പഠിപ്പിക്കണം. ഒരുപാട് ആത്മാക്കളെ ഇനിയും പഠിപ്പിക്കാനുണ്ട്. മറ്റ് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ പഠിപ്പിച്ച് വരുന്ന ആത്മാക്കളെ മനുഷ്യരായിട്ട് ഭൂമിയിൽ വിട്ട് ഇനിയും ആത്മാക്കളെ ഇനി അനേകം പഠിപ്പിക്കാനുണ്ട്. ഈ പ്രോസസ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനുവേണ്ടി വീണ്ടും മനുഷ്യരെ ആവശ്യമുണ്ട്. ഈ മനുഷ്യർ എവിടെ നിന്ന് വരുന്നു? അടുത്ത ജനറേഷൻ, നമ്മുടെ മക്കളിലൂടെയാണ് വീണ്ടും പുതിയ ആത്മാക്കളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളിലൂടെ അടുത്ത ജനറേഷൻ ഭൂമിയിൽ വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ലൈംഗികതയും കാമവും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി തന്നിരിക്കുന്നതാണ്. അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് അടുത്ത തലമുറ വരുള്ളൂ. അപ്പൊ ഈ മക്കളുണ്ടാകുമ്പോൾ ആ മക്കളിലൂടെ അടുത്ത ആത്മാക്കളെ മറ്റ് അദൃശ്യശക്തികൾ പകർന്നിട്ട് വീണ്ടും അവരെ പഠിപ്പിക്കുകയാണ്. അടുത്ത പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് തരുന്ന ഒരു വികാരമാണ് ഈ കാമം അല്ലെങ്കിൽ ഈ ലൈംഗിക ചിന്തയും കാര്യങ്ങളും. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ ഒരു ചിന്തയും അല്ലെങ്കിൽ ഈ ഒരു എനർജി വെച്ച് നമ്മളെ ജനിപ്പിച്ചത് കൊണ്ട് നമുക്ക് ജന്മനാൽ ആ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു കാമചിന്ത ഉണ്ടാവണം. ഉണ്ടായാലല്ലേ അടുത്ത തലമുറ ഉണ്ടാവുള്ളൂ. പക്ഷെ തലമുറ ഉണ്ടായി കഴിഞ്ഞാലും ഈ എനർജി നമ്മളിൽ ഉണ്ട്. ഇത് പതുക്കെ ഇത് മാറി പോകും. ഇത് മാറി പോകുന്നതിന്റെ ലക്ഷണമാണ് പിന്നീട് പുരുഷന്മാർക്ക് ഈ ശേഷിക്കുറവ്, ഉദാഹരണക്കുറവ് എന്നൊക്കെ പറയുന്ന ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മാരക രോഗങ്ങളായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞ പ്രകൃതി അതിന്റെ സമയം കഴിഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് കണ്ട് അവനിൽ നിന്ന് അത് കുറയ്ക്കുന്നതാണ്. പ്രകൃതി തന്നെ അവനത് താഴോട്ട് മാറ്റി കൊണ്ടുവരുന്ന അവൻ ആത്മീയനാക്കി കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവം? ഈ തലതിരിഞ്ഞ ലോകത്ത് ഇങ്ങനെ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി കണ്ടും കൊണ്ട് കൃത്രിമമായി നമ്മൾ എന്താണോ നമ്മുടെ ശരീരത്ത് പ്രകൃതി കുറയ്ക്കുന്നത് അതിനെ കൂട്ടി ആർട്ടിഫിഷ്യലായി വീണ്ടും ഈ കാമവികാര ചിന്തകളും ഉദാഹരണമൊക്കെ പിന്നെയും ഉയർത്തിക്കൊണ്ടുവരികയാണ്, പഴയ പോലെ ആക്കിക്കൊണ്ടുവരികയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഒരു പരുവം കഴിഞ്ഞ ഈ ചിന്താഗതി പ്രകൃതി തന്നെ ഒരു മനുഷ്യന്, പ്രധാനപ്പെട്ട പുരുഷന് അത് കുറച്ചു കൊണ്ടുവരുന്നത് അവന് ആത്മീയ ലെവലിലേക്ക് പോകാൻ സമയമായി എന്നതിന്റെ സൂചനയാണ്. ഇനി ഇതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ നേരെ തിരിച്ച് ചെയ്ത് അതിനെ തെറ്റായ രീതിയിലാണ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ ചിന്താഗതിയും ആ ഒരു മനസ്സും ഒക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് അതിന്റെ സമയം കഴിഞ്ഞു, തലമുറ ആയി കഴിഞ്ഞു, പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഇതാണ് ഇതിന്റെ പിന്നിലെ ശരിക്കുള്ള വസ്തുത. ഇനി അടുത്തൊരു കാര്യം ചോദിക്കുന്നത്, ഈ സ്വയംഭോഗം ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന് ചോദിച്ചാൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. ഒരു വ്യക്തിയെ സ്വതന്ത്രമായി വിട്ടിട്ട് ഓരോ പരീക്ഷണങ്ങൾ മുന്നിൽ കൊടുത്തിട്ട് ഈ പരീക്ഷണങ്ങളിലെല്ലാം ജയിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് വേണ്ടത്. ആ ആത്മാവിനെയാണ് വേണ്ടത്. സകലമാന പരീക്ഷണങ്ങളിലും പൂർണ്ണമായി ജയിക്കുന്ന ആത്മാവിനെ ആ പോസിറ്റീവിന്റെ ഹൈ തലത്തിലോട്ട് എത്തിക്കും. ചെറിയ ലെവലിലൊക്കെ തെറ്റിപ്പോകുന്നവന് ആ രണ്ടാമത്തെ തലം, കുറച്ചും കൂടെ തെറ്റിപ്പോകുന്നതിന് മൂന്നാം തലം, അങ്ങനെയാണ് തലത്തിലോട്ട് ഓരോ ആത്മാക്കൾ പോകുന്നത്. നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഒരു ഗെയിംസിലോ ഏറ്റവും ഫസ്റ്റ് എത്തുന്നവന് സ്വർണ്ണ മെഡൽ, സെക്കൻഡ് വരുന്നതിന് വെള്ളി മെഡൽ. ഇതേ പ്രോസസ് തന്നെയാണ് ആത്മമണ്ഡലത്തിലും നമ്മൾ ആത്മാക്കളെ ദൈവം കൊടുക്കുന്ന പൊസിഷൻ. അപ്പൊ ഈ ഒരു പ്രക്രിയ നമ്മളിൽ വേണം അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ജന്മനാൽ കുട്ടികളിൽ ആ ഒരു ചിന്തയും വികാരത്തോടെയാണ് ജനിക്കുന്നത് തന്നെ. അപ്പം ഈ ഒരു വികാരം ഉള്ളിലുള്ളത് കൊണ്ട് ഈ അട്രാക്ഷൻ, സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീക്കോടുള്ള അട്രാക്ഷൻ പ്രകൃതിയുടെ വ്യവസ്ഥയായി അതങ്ങ് മാറി. അപ്പൊ ഇതിനെ മുതലെടുത്തും കൊണ്ടാണ് ഈ നെഗറ്റീവ് ശക്തികൾ, ഈ അസുര ശക്തികൾ ഇവരിൽ അകത്തിരുന്നും കൊണ്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ദൈവം വെച്ചിരിക്കുന്ന ഒരു ലെവലിൽ ഒരു കാമചിന്ത അല്ലെങ്കിൽ അലൈംഗിക വികാര ചിന്തകൾ എല്ലാവരിലും ഉണ്ട്. പക്ഷെ നെഗറ്റീവ് കൂടി നിൽക്കുന്ന വ്യക്തിക്ക്, പാരമ്പര്യമായിട്ട് നെഗറ്റീവ് ആണെങ്കിലും അല്ലെ മാതാപിതാക്കൾ വഴി വരുന്ന നെഗറ്റീവ്, ഏത് രീതിയിലെങ്കിലും നെഗറ്റിവിറ്റി ഒരാൾ കൂടി നിന്നാൽ ഇത് മുതലെടുത്തും കൊണ്ട് ഈ അസുര ശക്തികൾ അവനിലുള്ള ഈ ചിന്താഗതികൾ വികാരങ്ങളും ഒക്കെ അവനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. അവന്റെ മനസ്സിനെ തെറ്റിക്കാൻ തുടങ്ങും. കാരണം നെഗറ്റീവ് കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാമചിന്തകൾ കൂടുതലായിരിക്കും. അപ്പൊ നെഗറ്റീവ്സുകൾ അവനെ ഇത് കൂട്ടി കൊണ്ടുവന്ന് വഴി തെറ്റിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ബാക്കി അസുര ശക്തികളൊന്നും ചെയ്തോളും. കാരണം ഇവനെ അവരുടെ വഴിതിയിൽ കിട്ടും. ഇങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ കാലഘട്ടത്ത് ഈ ലൈംഗികതയും ഇങ്ങനെയൊക്കെ അതിഭയങ്കരമായി കൂടിക്കൂടി വരുന്നത്. ഇത് പണ്ടുകൊണ്ട് ഇന്നുണ്ട്. ഇന്ന് പക്ഷേ കൂടിക്കൂടി വരുന്നതിന്റെ കാരണം
കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് നിയമങ്ങൾ കൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇതിനെ അതിജീവിച്ച് ഒരു വ്യക്തി ആ പോസിറ്റീവിലേക്ക് എത്തേണ്ടത് എത്തിയിരിക്കും. ഇപ്പം നമുക്കൊക്കെ ഈ ചിന്തയുണ്ട്, ഒരു പരുവാകുമ്പോൾ തന്നെ ഇത് മാറും. നമ്മൾ പിന്നെ ഈ മരുന്നും ഗുളികയും കഴിച്ച് കൂട്ടാൻ പോകാതിരുന്നാൽ മതി, തന്നെ മാറിക്കോട്ടെ. തന്നെ മാറുമ്പോൾ ശരിക്കും അവൻ ആത്മീയ ലെവലിലേക്ക് വളരാനുള്ള സമയമായി ചിന്തിച്ചുകൊണ്ട് പിന്നെ ആ ലെവലിലേക്ക് അവന്റെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി അവസാനം നമ്മൾ മരണത്തിന് മുന്നേ കുറെ നാൾക്ക് മുമ്പേ ഈ ചിന്തകളും കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിന്നിരിക്കും. പക്ഷെ നമ്മളിത് അംഗീകരിക്കണം, അങ്ങനെ നിൽക്കണമെന്നും ഇത് വേണ്ടെന്നും ഇതില്ലെങ്കിലേ എനിക്ക് ദൈവത്തിന്റെ പോസിറ്റീവ് ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന ഇത് കാര്യം നെഗറ്റീവ് വികാരമാണ് ഈ സാധനം. ഈ കാമം എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് ചിന്തയാണ്. അപ്പൊ ദേഷ്യം, ക്രോധം, ഇതൊക്കെ നെഗറ്റീവ് സാധനങ്ങളാണ്. അപ്പൊ ഇത് നമ്മളിൽ നിന്ന് കഴിഞ്ഞാൽ പോസിറ്റീവിൽ പോകാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം മാറണം. ഇത് കാമം മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് പല നെഗറ്റീവ് സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറിയ ഒരു ലെവൽ എത്തുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റിവിറ്റി കൂടി കഴിഞ്ഞാൽ എങ്ങനെ പോസിറ്റീവിൽ പോകാൻ പറ്റും? നെഗറ്റിവിറ്റിയുടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രധാന ഘടകമാണ് ഈ കാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലൈംഗിക ചിന്തയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സ്വയംഭോഗം എന്ന് പറയുമ്പോൾ ഈ ചിന്ത ഉള്ള ഒരു വ്യക്തിക്ക് ഇത് വന്നിരിക്കും. കാരണം ഇപ്പോൾ ഈ തലമുറ മൊത്തം നെഗറ്റീവിലാണ് കൂടി നിൽക്കുന്നത്. നെഗറ്റീവ് ശക്തികൾ ഇപ്പൊ അധികം ശക്തമായി നിൽക്കുകയാണ്. അപ്പം ഈ വികാരങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടി ചെയ്യും, ഈ സ്വയംഭോഗം ചെയ്തിരിക്കും. ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് ഒരു ഇണയെ കണ്ടെത്തിയിട്ട് പിന്നെ ഈ വികാരങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കണം എന്നതാണ് നിയമം, പ്രകൃതിയുടെ വ്യവസ്ഥ. കാരണം വികാരമുണ്ട്, ഇല്ലാതല്ല. ഇനി അഥവാ വികാരം ഇല്ലാതെ ആരെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ, അവന് ദൈവത്തിൽ നിന്ന് എന്തോ ഒരു വരം കിട്ടിയതാട്ടെ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അവൻ ആ വികാരമില്ല, രക്ഷപ്പെട്ടു. അവന് മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് എത്രയും പെട്ടെന്ന് അവന് പോസിറ്റീവിലോട്ട് തന്നെ വരാം. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ജനിച്ച് ഒക്കെ അനുഭവിച്ച് കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ ആത്മീയത്തിന് വേണ്ടി മാത്രം ഈ വിധ ചിന്തകളോ വികാരങ്ങളോ ഇല്ലാതെ ജനിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആത്മീയർ ജനിച്ചിട്ടുണ്ട്. ഇപ്പൊ യേശുക്രിസ്തു ആണെങ്കിലും ആ ചിന്ത ഇല്ലായിരുന്നു, ശ്രീനാരായണ ഗുരുവിന് ആ ചിന്ത ഇല്ലായിരുന്നു. ഇങ്ങനെ പലരും ഈ ചിന്ത ഇല്ലാതെ ഭൂമിയിൽ ജനിക്കുന്നുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആത്മീയം മാത്രമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും അങ്ങനെ അല്ല. അപ്പം ആ ഒരു ചിന്തഗതിയും ആ വികാരമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, നമ്മൾ ഒറ്റയ്ക്ക് അതിനെ കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കരുത്. വിവാഹം കഴിഞ്ഞ് തലമുറയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ വികാരം വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജന്മന അത് ഇല്ലായിരിക്കുമല്ലോ. ദൈവത്തിന് തെറ്റിപ്പോയിട്ടല്ല. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യ മേഖലയിൽ തന്നെ കല്യാണം കഴിക്കാതെയൊക്കെ നടക്കുന്ന അച്ഛന്മാര്, ഇപ്പം കന്യാസ്ത്രീകൾ, ഇപ്പൊ ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരിൽ നോക്കിക്കൊണ്ട് ഒരു 95% വികാരമുള്ളവരായിരിക്കും. അവരെന്തിനാണ് ഈ കടിച്ചു പിടിച്ച് ഈ ഇതിനെ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ വികാരം ഉള്ളിൽ കിടക്കുന്നത് കാരണം എവിടെയെങ്കിലും വെച്ച് വഴി തെറ്റിപ്പോവും. ഇനിയിപ്പോ ദൈവത്തെ പേടിച്ച് പരസ്പരം അങ്ങനെ തെറ്റിയില്ലെങ്കിൽ പോലും ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രക്രിയയെങ്കിലും ചെയ്തത് തീർത്തിരിക്കും, ഒരു മാറ്റമൊന്നുമില്ല. ഇതിന്റെ ആവശ്യമില്ല എന്നാണ് ദൈവം പറയുന്നത്. കാര്യം അങ്ങനെ തന്നെയാണ് നിങ്ങൾ സൃഷ്ടിച്ചേക്കണം. ഇപ്പൊ എങ്ങനെ ആരെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവർ ആ ലെവലിൽ തന്നെ പരസ്പരം ലൈംഗികത ആസ്വദിച്ച് ജീവിച്ചിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം, തലമുറ ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിലാണ് പ്രകൃതിക്ക് വിരുദ്ധമായി മാറുന്നത്. പ്രകൃതി തന്ന വികാരത്തെ വേണ്ടാന്ന് വെച്ച് കടിച്ചമർത്തി കള്ളത്തരങ്ങൾ കാണിച്ചു പോകുമ്പോഴാണ് അവിടെ പ്രകൃതി വിരുദ്ധം. അങ്ങനെയുള്ള വികാരങ്ങളുള്ളവർ, ഇപ്പൊ സ്വയംഭോഗം ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക, വിവാഹം കഴിക്കുക. വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം തീർക്കണം. പിന്നീട് വേറെ സ്ത്രീകളെയും കണ്ട് മനസ്സും കൊണ്ട് വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പോസിറ്റീവിലോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പലരും ഈ കാര്യത്തിലേക്ക് തെറ്റിക്കിടപ്പുണ്ടായിരിക്കാം. കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പൊ തിരിച്ചറിഞ്ഞതിന് ശേഷം ദൈവത്തോട് ക്ഷമയൊക്കെ പറഞ്ഞ് ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രമിച്ച് മാറ്റിയെടുക്കുക. കാര്യം ചെളിക്കുഴിയിൽ വീഴ്ന്നു കിടക്കുന്ന ഒരു വ്യക്തി അപ്പോൾ തന്നെ ചാടി ഇറങ്ങി നല്ല കുളിച്ച് റെഡിയായി വരിക എന്ന പാടാണ്. ഇപ്പം എത്രത്തോളം നിങ്ങൾ കുഴിയിൽ വീട് കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾ പതുക്കെ പിടിച്ച് കയറി ആദ്യം പുറത്ത് വന്ന് വീട് വൃത്തിയാകുക. അല്ല കേട്ട ഉടനെ വൃത്തിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റൂല. പക്ഷെ പോസിറ്റീവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആ ഹൈ തലത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇത് പൂർണ്ണമായും ശ്രമിച്ച് ആ മനസ്സിനെ മാറ്റിയെടുക്കണം. ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുന്നതിലല്ല പ്രശ്നം. ശരീരം കൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായിട്ടും കൂടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. മനസ്സുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ ആത്മാവ് പിന്നീട് അനുഭവിക്കേണ്ടി വരും. കർമ്മഫലങ്ങളെല്ലാം പിന്നെ ജന്മമെടുത്തും അല്ലെങ്കിൽ മരണശേഷം മറ്റു തലത്തിലൊക്കെ പോയി ആത്മാവ് ഒരുപാട് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ രണ്ട് രീതിയിലുമുണ്ട്. മനസ്സും തെറ്റാതെ സൂക്ഷിച്ചോളണം. കാരണം മനസ്സ് തെറ്റുമ്പോഴാണ് അതിലൂടെ ആത്മാവും തെറ്റിപ്പോവും. ഇനി അഥവാ ആത്മാവ് പവർഫുൾ ആണ്, നിങ്ങളുടെ മനസ്സാണ് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ആത്മാവ് തന്നെ അതിനുള്ള കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് തരും. ഇത് രണ്ട് സംഭവിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ എന്റെ മുൻ മെസ്സേജുകളെല്ലാം കേട്ടു നോക്കിയാൽ ഈ ആത്മാവ് നമ്മളെ ശിക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ പഴയ മെസ്സേജുകളിലുണ്ട്. നമ്മളിൽ പവർഫുള്ളായ ആത്മാവാണെങ്കിൽ ആത്മാവ് നമുക്ക് ശത്രുവായിട്ട് നിൽക്കും. പവർഫുൾ അല്ലാത്ത വളർച്ചയില്ലാത്ത ആത്മാവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയെ നമ്മൾ സുഖിക്കുന്നത് വെച്ച് ആത്മാവ് വഴിതെറ്റിപ്പോകും. ഇത് രണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആത്മാവിന് പൂർണ്ണ മോക്ഷം അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ ഈ ലൈംഗിക ഈ വികാരങ്ങൾ ചിന്തകൾ പൂർണ്ണമായി നിന്നതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. മരണത്തിന് മുന്നമേ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇത് പൂർണ്ണമായി ഇല്ലാത്ത അവസ്ഥ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. പോയിരിക്കും. പക്ഷെ നേരത്തെ എന്റെ ഈ മെസ്സേജുകൾ കേട്ട് നേരത്തെ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഒഴിവാക്കി ശ്രമിച്ച് ആ ഒരു ലെവലിലേക്ക് എത്രത്തോളം എത്തുന്നു അത്രത്തോളം നമുക്ക് ഭൂമിയിലുള്ള ആ സുഖം അല്ലെങ്കിൽ സ്വർഗം ഒരു രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത്രത്തോളം നിങ്ങൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. കാര്യം ഇതൊരു നെഗറ്റീവ് കാര്യമാണ്. ഇനി ഈ നെഗറ്റീവ് ഇതിൽ ആത്മീയത്തിൽ ഇതൊരു പ്രശ്നമില്ല, ഇത് ആത്മീയത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഗുരുക്കന്മാരെല്ലാം അവര് ശരിക്കും ചില അദൃശ്യ ശക്തികൾ അവരെ വഴിതെറ്റിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോയതാണ്. പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരുന്നവരെ ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി ചില അദൃശ്യ ശക്തികൾ അവരെ തെറ്റിച്ചു കൊണ്ടുപോയതാണ്. മരണശേഷം അവർക്ക് ഇത് ബോധ്യപ്പെട്ട് കാണും, കരഞ്ഞു വിളിച്ചു കാണും. ചിലപ്പോൾ അടുത്ത ജന്മമെടുത്ത് അല്ലെങ്കിൽ ജന്മമെടുത്ത് തിരിച്ച് വന്നു കാണും. ഇല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ നിൽക്കുന്നവർ അതിൻ്റെതായ കാര്യങ്ങളിലൂടെ അവർ തിരിച്ച് ഭൂമിയിൽ വന്ന് മര്യാദയ്ക്ക് ജീവിച്ചിരിക്കും. ഇല്ലെങ്കിൽ അവർ ആ നെഗറ്റീവിൽ തന്നെ അനുഭവിച്ച് അതിലോട്ടങ്ങ് പോയിരിക്കും. ഒരിക്കലും പോസിറ്റീവിലോട്ട് പോകൂല. പിന്നെ അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ലൈംഗിക പീഡനങ്ങൾ അറിയാലോ. കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും ആ കുട്ടികൾക്ക് ഇത് സംഭവിക്കാൻ അല്ലെങ്കിൽ ഈ ഇരയ്ക്ക് ഇത് സംഭവിക്കേണ്ടി വരുന്നത് അവരുടെ കർമ്മദോഷങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇപ്പൊ അവർക്ക് ദൈവികമായ റൂട്ടിൽ ഉയർന്നു വരികയോ ദൈവത്തോടുള്ള ഒരു കണക്ഷനൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അതൊരു വശം. ഇനി മറുവശത്ത് കൊച്ചുകുട്ടികൾ സംഭവിക്കുന്നത് ആ കുട്ടികളുടെ മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് ഈ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ അനുഭവിക്കണം എന്നുള്ളൊരു കണക്കുണ്ട്. ഇതിൽ നിന്നും ശരിക്കും അവരുടെ മാതാപിതാക്കൾ കൂടി കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയും കർമ്മദോഷമാണ്. ഇനി ഈ മാതാപിതാക്കൾ നേരത്തെ ഈ കുട്ടി ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നമോ ദൈവിക റൂട്ടിൽ വന്നിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഇത് സംഭവിക്കില്ല. ഈ ലെവലിൽ നിന്ന് കുട്ടിയെ ദൈവം മാറ്റിക്കാര്യം മാതാപിതാക്കളുടെ ആ ദൈവമായിട്ടുള്ള കണക്ഷൻ വെച്ച് കുട്ടികളിൽ നിന്ന് അത് നീക്കിക്കളയും. പക്ഷെ കാര്യം നമ്മൾ ചൊല്ല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ കണ്ണി കൊള്ളേണ്ടത് പിരിയത്ത് കൊണ്ടങ്ങ് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ദൈവമായിട്ട് ലിങ്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന വലിയ ഫലങ്ങളെല്ലാം ദൈവം ഇളവ് ചെയ്തു തരും. ഇത് ഒരു വശത്തുണ്ട്. അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക ചിന്ത, ലൈംഗിക കാമചിന്തകൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതാണ്. ആ ഒരു ചിന്തയിലും അതിൽ ആസ്വദിച്ച് പോകുന്നവർക്ക് പോസിറ്റീവിലേക്ക് ആത്മാവ് പോകില്ല എന്നത് ഉറപ്പാണ്. നമ്മളെ പഴയ കഥകളിൽ തന്നെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. വിശ്വാമിത്ര മഹർഷിയാണെങ്കിലും മറ്റു മഹർഷിമാർക്കൊക്കെ അവസാനം അവരുടെ തപസ് തെറ്റിക്കാനായിട്ട് നർത്തകിമാർ വന്ന് അവരെ തെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ കാര്യവും ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ഹൈ ലെവലിലേക്ക് എത്താൻ ഒരു ആള് എത്രത്തോളം ശ്രമിക്കുമോ അത്രത്തോളം ഈ നെഗറ്റീവ് ശക്തികൾ നമ്മളെ മാക്സിമം പ്രലോഭിപ്പിക്കും. ഇതൊരു പരീക്ഷണമാണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു പരീക്ഷണം തന്നെയാണ്. എത്രത്തോളം ആ പരീക്ഷണം ജയിച്ച് പൂർത്തിയാക്കുന്നു അത്രയും ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ഹൈ ഡയമെൻഷനിലോട്ട് പോസിറ്റീവിലോട്ട് എത്താൻ കഴിയും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.